ഞാൻ ഈ പ്രാർത്ഥിച്ച് അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആലയിൽ ആടറ്റുപോയാലും കർത്താവെ അങ്ങനെ സ്തുതിക്കൂ എന്നൊക്കെ പറയാനുള്ള ധൈര്യം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഞാൻ ഈ കോവിഡ് വന്നാൽ ഒരു 3 ദിവസം അല്ല 4 ദിവസം കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകും. അന്ന് ആ രീതിയിലാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അത്ര ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും, ഇത് ഈ കോവിഡൊന്നും എന്നെ ബാധിക്കാവുന്ന രീതിയിലായിരുന്നു. എൻ്റെ തോട്ടത്തിലെ എൻ്റെ സ്ഥിരം പണിയാൻ വരുന്ന തമിഴ്ക്കാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനോജ് ഇന്ത വർഷം നല്ല ക്രോപ്പ് കിട്ടും, 3 ടണ്ണൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങി ചെല്ലുമ്പം കാണുന്ന സീനെന്ന് പറയുന്നത് എൻ്റെ തോട്ടം മുഴുവൻ ഒരു ഫംഗസ് ബാധിച്ചിട്ട് ഒരു പൂ പോലും വിരിയുന്നില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. വെളിച്ചമാകുന്നവർ. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ നടുക്കൂടെ ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട്. ഈ തോട് ഒഴുകി പോകുന്നതിൻ്റെ മറു സൈഡിലുള്ള സ്ഥലം ഞങ്ങളുടേതല്ല. അപ്പം ആ സ്ഥലം നമുക്ക് കിട്ടുവാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് അവിടെ ഒരു ചെക്ക് ഡാം പോലെ ഉണ്ടാക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഏല കൃഷി ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഈ 5 ഏക്കർ സ്ഥലത്ത് നനയ്ക്കാനുള്ള വെള്ളം കിട്ടുന്ന സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യമുള്ളത് ഞാൻ ഉഷത്തിനോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം ആ സ്ഥലം കൂടെ കിട്ടാൻ വേണ്ടി. അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, കുറേയധികം കടങ്ങളുണ്ട്. ആ കടത്തിൻ്റെ കൂടെ ഈ സ്ഥലത്തിന് അവർ ചോദിക്കുന്നത് ഏതാണ്ട് 24 ലക്ഷം രൂപയാണ്. അപ്പോൾ 24 ലക്ഷം രൂപ കൊടുത്ത് സ്ഥലം വാങ്ങിക്കേണ്ട ശേഷിയില്ല. അപ്പം ഞാൻ എൻ്റെ അയൽപക്കത്തെ ചേട്ടനോട് പറഞ്ഞു, നമുക്ക് 2 പേർ കൂടെ ആ സ്ഥലം വാങ്ങാം, എന്നിട്ട് നമുക്ക് 75 സെൻറ്റ് ഇത് 1.5 ഏക്കർ സ്ഥലമാണ്, 2 പേർ കൂടെ വീതിച്ചെടുക്കാം. പുള്ളി എന്നോട് പറഞ്ഞു, മനോജ് എനിക്ക് 10-13 ഏക്കർ സ്ഥലമുണ്ട്, എനിക്ക് ഈ സ്ഥലത്തിനൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് അത് നടക്കില്ല, വേണമെന്ന് പറഞ്ഞു. ആ ഒരു പ്രതീക്ഷ എൻ്റെ അസ്തമിച്ചു. അപ്പം ഞാൻ ഉഷത്തിനോടൊന്നും പറഞ്ഞ് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. ഒരു 5-6 മാസം കഴിഞ്ഞപ്പം എൻ്റെ ഈ സുഹൃത്ത് രാവിലെ വീട്ടിൽ വന്നു. അപ്പം ഞങ്ങൾ 2 പേരും പിള്ളേർ ഒരു സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പം മിക്കവാറും പുള്ളിയുടെ പിള്ളേരെ ഞാൻ കൊണ്ടുവിടും, എൻ്റെ പിള്ളേരെ അദ്ദേഹം കൊണ്ടുവിടും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സഹായിക്കാറുണ്ട്. അപ്പം ഞാൻ അവിടെ അങ്ങനെ വല്ലതും വന്നാന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളി രാവിലെ വന്നിട്ട് പറയുന്നത്, മനോജ് നമുക്ക് ആ സ്ഥലം വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നെ പറ്റി, ഒന്നുമില്ല, നമുക്ക് ആ സ്ഥലം വാങ്ങിക്കാം എന്ന് പറഞ്ഞു. ഈ ഉണങ്ങിപ്പോയ വർഷമായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പൈസ ഇല്ല, ഒന്നുമില്ല എടുക്കാനായിട്ട് എന്നുള്ള രീതി ഞാൻ പറഞ്ഞു. എന്നാൽ എൻ്റെ മനസ്സിനുള്ളിലുണ്ട് എങ്ങനെയും വാങ്ങിക്കണം, പിള്ളേരുടെ കൂടി വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ട്. പക്ഷേ വഴിയില്ല, അതുകൊണ്ട് നമ്മൾ നടക്കുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ബിസിനസ് സ്ഥാപനത്തിൽ ഒരുമിച്ച് കേട്ടപ്പോഴും പുള്ളി വീണ്ടും നിർബന്ധിച്ചു. അപ്പം ഞാൻ എന്ത് പറ്റി, എന്നാ ഇപ്പോൾ പ്രശ്നം? അപ്പം സംസാരിച്ച് വന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഡോക്യുമെൻ്റ് അതുമായിട്ട് അറ്റാച്ച്ഡാണ്. അപ്പോൾ ആ സ്ഥലം കൂടെ വാങ്ങിച്ചാലേ പുള്ളിയുടെ പ്രശ്നത്തെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, അതാണ് പ്രശ്നം. അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു, ഒരു നിർദ്ദേശം വെച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, സ്ഥലം വാങ്ങിക്കാം, പകുതി എടുക്കാം, നിങ്ങൾ 1 ലക്ഷം രൂപ കുറച്ചുകൂടെ തന്നാൽ മതി. അതായത് 24 ലക്ഷത്തിലെ പകുതി 11 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സ്ഥലം തരാം, പകുതി സ്ഥലം തന്നേക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്ക് വഴി ഉണ്ടാക്കാം, ഞാനും കൂടെ കൂടാം, നമുക്ക് വാങ്ങിക്കാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നോട്ട് പൈസയുടെ കാര്യം അന്വേഷിച്ച് തുടങ്ങി. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പം ഉഷത്തിൻ്റെ പപ്പ പറഞ്ഞു, ഇത്രയും പൈസ, ഈ വരുന്ന ഒരു പൈസ ഞങ്ങൾ തരാം, സ്ഥലം വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സ്ഥലം ഞങ്ങൾ 2017 ഞങ്ങൾ വാങ്ങിച്ചു. ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഞങ്ങളവിടെ ചെക്ക് ഡാമും പണിതു. അപ്പം എനിക്ക് മനസ്സിലായി കർത്താവ് അത്ഭുതകരമായിട്ട് നടത്തും എന്നൊക്കെ മനസ്സിലായി. ഭയങ്കര ആവേശത്തിലാണ്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2018 വലിയ പ്രളയം വരുന്നത്. ഈ പ്രളയം വന്നപ്പം 2016 ഉണക്ക് മൂലം പോയ ഏലം പ്രളയം വന്നപ്പം വെള്ളം കൂടുതലായതിൻ്റെ പേരിൽ അഴുകിപ്പോയി. എൻ്റെ സർവ്വ കൺട്രോളും പോയി. കാരണം ഞാൻ കർത്താവിനോട് ഉള്ളിൽ ചോദിച്ചു, എൻ്റെ കർത്താവ് എന്ത് പരിപാടി ചെയ്ത് എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് ഞാൻ തോട്ടത്തിൽ കൂടെ നടക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പഴയ നിയമത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 17-ാം വാക്യം പറയുന്നുണ്ട്, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും മുന്തിരിവള്ളിയിൽ ബലമില്ലാതായാലും ആലയിൽ ആട് അറ്റുപോയാലും തൊഴുത്തിൽ കന്നുകാലിക്കൂട്ടങ്ങൾ ഇല്ലാതായാലും ഞാൻ കർത്താവെ അങ്ങിൽ ആനന്ദിക്കുമെന്ന് പറയുന്നൊരു വചനമുണ്ട്. ഈ വചനം പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ഞാനീ പ്രാർത്ഥിച്ച് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, എടാ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ വീണ്ടും അങ്ങനെയല്ല സംഭവിക്കത്തുള്ളൂ, അല്ലാതെ ഒരു പോസിറ്റീവ് എൻഡിങ് ഇതിനുണ്ടാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എൻഡിങ് ഉണ്ടാക്കി തരും, പ്രശ്നം പരിഹരിക്കപ്പെടും, എൻ്റെ സാമ്പത്തിക പ്രശ്നമൊക്കെ തീരും എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരാത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതിൻ്റെ പിറ്റേ വർഷം, അതായത് 2019 വീണ്ടും പ്രളയം ഉണ്ടായി. ഈ പ്രളയം എന്ന് പറയുന്നത് 2018 സ്ട്രോങ് ആയിരുന്നു ഞങ്ങളുടെ ഭാഗത്ത് ആ പ്രളയം. ആ 2019 പ്രളയത്തിലാണ് ഞങ്ങളുടെ അവിടെ ചെറിയ ഉരുളൊക്കെ പൊട്ടിയതൊക്കെ. അപ്പം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു മഴയായിരുന്നു. വീണ്ടും എൻ്റെ ഏലം ഈ റീപ്ലാന്റ് ചെയ്തുകൊണ്ട് വന്ന കയറ്റിക്കൊണ്ട് വന്ന ചെടി വീണ്ടും കുറേയെല്ലാം അഴുകി നശിച്ചുമൊക്കെ ആയിട്ട് പോയി. പല സ്ഥലത്തുനിന്നും കടമൊക്കെ വാങ്ങേണ്ടി വന്നു. റോളിങ്ങിലൂടെ കാര്യങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു എൻഡ് കാണുന്നേ ഇല്ല. എന്തായാലും വിട്ടില്ല, വീണ്ടും ഏലകൃഷി നല്ല രീതിയിൽ ചെയ്തു. 2019
മറ്റൊരു കാര്യം സംഭവിച്ചത്, എൻ്റെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ US പോയി, മറ്റേ ആൾ വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനും വിചാരിച്ചു എനിക്കും എൻ്റേതായ നിലയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ച് 2019 ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ഒരു വളം കീടനാശിനി സ്ഥാപനം തുടങ്ങി. അതിങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ബിൽഡ് ചെയ്ത് വന്നു. ചെറിയ ഇൻകമൊക്കെ ആയി തുടങ്ങി. എൻ്റെ തോട്ടവും നന്നായി വന്നു. ഞാൻ വിചാരിച്ചു എല്ലാം ശരിയാകും. ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞു, ഒരു ദിവസം ഇവരെ വിളിച്ചിട്ട് ഇവർക്ക് വേണ്ടി ഞാനൊരു ഡിന്നറൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവരെ കൂട്ടിയിരുത്തി ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ നടത്തിയിട്ട് ഇവരോട് ഞാൻ പറഞ്ഞു, 2022 ഡിസംബർ മാസം അവസാനത്തിനുള്ളിൽ ഒരു 8 സീറ്റർ കാറ് അപ്പ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീരഗാഥയൊക്കെ അവരുടെ മുമ്പിൽ മുഴക്കി. കാരണം എൻ്റെ ബിസിനസ്സിൻ്റെ ടേൺ ഓവറൊക്കെ അതിൻ്റെ തലേ മാസം, അതായത് ഫെബ്രുവരി മാസം എന്നൊക്കെ പറയുന്നത് 2020 ഫെബ്രുവരിയിലൊക്കെ ഏകദേശം ഒരു ഒറ്റ മാസം ടേൺ ഓവർ തന്നെ 20-25 ലക്ഷത്തിനൊക്കെ മുകളിൽ കയറിപ്പോയി. അപ്പോൾ എൻ്റെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഞാൻ. എൻ്റെ തോട്ടവും നന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ശരിയാകുന്ന ലക്ഷണമാണ് കാണുന്നത്. 2020 മാർച്ച് 20 ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റോക്ക് എല്ലാം കൂടെ ഒരാഴ്ച കൊണ്ട് വിറ്റ് തീർത്തു. എല്ലാവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയവരൊക്കെ വലിയ വിലയ്ക്ക് ആ സാധനങ്ങളെല്ലാം വിറ്റ് തീർത്തു. എൻ്റെ കയ്യിൽ 0 സ്റ്റോക്ക്. എൻ്റെ ടേൺ ഓവർ ഫെബ്രുവരിയിൽ 20 മേളിലുണ്ടായിരുന്നു. അതിന് ശേഷം മാർച്ചിൽ ഏകദേശമൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. ഏപ്രിൽ 0, മെയ്യിൽ 0, ജൂണിൽ 0, പിന്നെ കുറേ കാലത്തേക്ക് 0 മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ സ്റ്റോക്കില്ല. ഈ ലോക്ക്ഡൗൺ മാറുന്നതിന് വരെ സ്റ്റോക്കില്ല. 0 ബിസിനസ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം എൻ്റെ സർവ്വ ആത്മവിശ്വാസം അവിടെ തീർന്നു. ഞാൻ ഈ പ്രാർത്ഥിച്ച് അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആലയിൽ അറ്റുപോയാലും കർത്താവെ അങ്ങനെ സ്തുതിക്കൂ എന്നൊക്കെ പറയാനുള്ള ധൈര്യം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ മുമ്പ് ചെയ്ത ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒരു കമ്പനി എന്നെ ഒരു ട്രിപ്പിന് വിളിച്ചു. മാലിദ്വീപ്സിന് ഞാനൊരു ട്രിപ്പിന് പോയി. അത് 2021 സംഭവിക്കുന്നത്. ഈ ട്രിപ്പിന് പോയി ഞാൻ അവിടെ വെച്ച് എൻ്റെ കമ്പനി എന്നോട് പറഞ്ഞു, നിങ്ങളാണ് കേരളത്തിലെ ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കര അഭിമാനത്തോടെ തിരിച്ചു വന്നു. ഞാൻ പല ഷോപ്പ് ഓണേഴ്സിനെയും കണ്ട് ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് നടക്കുന്ന സമയത്ത് തിരിച്ചു വന്ന് 3 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലന്ന് പിള്ളേർ വൈഫ് ഹൗസിൽ പോയി. ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ, ഉഷസ് മാത്രമേ ഉള്ളൂ വീട്ടിൽ. 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉഷസിനും കോവിഡായി. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഈ കോവിഡ് വന്നാൽ ഒരു 3 ദിവസം അല്ല 4 ദിവസം കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകും. അന്ന് ആ രീതിയിലാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അത്ര ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും, ഇത് ഈ കോവിഡൊന്നും എന്നെ ബാധിക്കാവുന്ന രീതിയിലായിരുന്നു. ഞാൻ ഒരാഴ്ചയായി പോയി ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് പോസിറ്റീവാണ്. പിന്നെ തിരിച്ചു വന്നു. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്ക് കഷ്ടപ്പെട്ടാണ് ഞാൻ പോകുന്നത്. കഷ്ടപ്പെട്ട് ഒരു തരത്തിൽ വണ്ടി ഓടിച്ച് അവിടെ എത്തുകയാണ് ചെയ്യുന്നത്. ശ്വാസം കിട്ടാത്ത പ്രശ്നമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ ബോധം കെട്ട് താഴെ പോവുകയും ചെയ്തു. അപ്പം എനിക്ക് കോവിഡ് നല്ല രീതിയിൽ ബാധിച്ചു. അതിനുശേഷം ഞാൻ ആത്മവിശ്വാസം എനിക്കിത് അതിജീവിക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അതിനുശേഷം ഞാൻ ഒരു ദിവസം ഏലത്തോട്ടം നോക്കാനായിട്ട് തോട്ടത്തിൽ പോയിട്ട് എനിക്ക് തിരിച്ച് ഞാൻ വരുന്ന വഴിക്ക് ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ കണ്ണിലെ ഇരുട്ട് കയറി ഞാൻ അവിടെ ഇരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അവിടെ കിടന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വീടിൻ്റെ അകത്ത് പോയി കട്ടിലേ പോയി കിടന്ന് വിശ്രമിച്ചു. ഒരാഴ്ച കൊണ്ട് കടന്നു പോകുന്നു. കുറച്ചൊക്കെ ആരോഗ്യമായെന്ന് വിചാരിച്ചു. വീടിൻ്റെ മുറ്റത്തൊരു 25 കിലോ വലിപ്പമുള്ള ഒരു വാഴക്കൊല ഉണ്ടായിരുന്നു. ഞാനത് വെട്ടാൻ തീരുമാനിച്ചു. പഴുത്ത് നിൽക്കുകയാണ്, അതുകൊണ്ട് വെട്ടാൻ തീരുമാനിച്ചു. പണിക്കാരൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വെട്ടണം, അതുകൊണ്ട് ഞാൻ വെട്ടാൻ തീരുമാനിച്ചു. ഞാൻ പോയി കത്തിക്കെടുത്തൊന്ന് വെട്ടി. ഇത് ഞാനിത് തോളത്ത് വെച്ച് വീടിൻ്റെ മുറ്റത്ത് വരെ വന്നു. വീടിൻ്റെ മുറ്റത്ത് വന്ന് തോന്നി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ആ വാഴക്കൊല അവിടെ വെച്ചിട്ട് ഞാൻ സിറ്റൗട്ടിൽ വന്നിരുന്നു. ഇരുന്നത് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനവിടെ ബോധം കെട്ട് കിടന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കെന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ഒരു ഓൺലൈനിൽ വഴി ഒരു ഡോക്ടറെ കണക്ട് ചെയ്തു. അപ്പോൾ ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് ന്യൂമോണിയായി മാറും, വലിയ സീരിയസ് ഇഷ്യൂസിലേക്ക് പോകും, കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരാഴ്ച കൊണ്ട് തീരുമെന്ന് വിചാരിച്ചാലും 3 ആഴ്ച മുകളിലാവുകയാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഒരു ചെറിയ ടെൻഷനായി. ഇത് സംഭവം ഇത് ഇനി മാറാതെ വരുമോ, ന്യൂമോണിയയിലേക്ക് പോവുമോ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമോ, എന്താ സംഭവിക്കാൻ പോകുന്നൊരു വലിയൊരു ടെൻഷനിലേക്ക് എത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ തോട്ടത്തിൽ ചെല്ലുമ്പം എൻ്റെ തോട്ടത്തിലെ എൻ്റെ സ്ഥിരം പണിയാൻ വരുന്ന തമിഴ്ക്കാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനോജ് இந்த വർഷം നല്ല ക്രോപ്പ് കിട്ടും, 3 ടണ്ണൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങി ചെല്ലുമ്പം കാണുന്ന സീനെന്ന് പറയുന്നത് എൻ്റെ തോട്ടം മുഴുവൻ ഒരു ഫംഗസ് ബാധിച്ചിട്ട് ഒരു പൂ പോലും വിരിയുന്നില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഞാൻ അപ്പം തന്നെ ആ പണിക്കാരനെ വിളിച്ച് പറഞ്ഞ് മരുന്നടിപ്പിച്ചു. എന്തായാലും ഈ 3 ടണ്ണിൽ നിന്ന് അതൊരു 600 കിലോ കയ്യിലേക്ക് ഒതുങ്ങിയ വർഷം.
ഇത്തരത്തിലൊരാളെ ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാം. നമ്മളിൽ ഒരാളായി നമ്മെപ്പോലെ ജീവിക്കുന്നവർ, എന്നാൽ നമ്മിൽ നിന്ന് വ്യത്യസ്തരായി ദൈവത്തെ തേടി കണ്ടെത്തിയവർ. അങ്ങനെ ഒരാളെ നിങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫോൺ നമ്പർ 9447978235. വെളിച്ചമാകുന്നവർ.